വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ഗലു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 9 സെപ്റ്റംബർ 2024 നടന്ന 7th സ്റ്റാൻഡേർഡിൻ്റെ മലയാളം ഫസ്റ്റ് ഓണം എക്സാമിൻ്റെ ആൻസർ ക്യൂ ആയിട്ടാണ്. സോ വീഡിയോ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു, ടഫായിരുന്നോ ഈസിയായിരുന്നോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രവർത്തനം 1 വായിക്കാൻ എഴുതാമാണ്. അവിടെ രാജഗോപാൽ നാട്ടുക്കൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കവിയുടെ അമ്മ പക്ഷി പോലെ എന്നുള്ളൊരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നന്നായി വായിക്കുക. അത് ബേസ് ചെയ്തിട്ടാണ് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാലയം ആരെ പോലെയാണ്? അതിലെ 4th ഓപ്ഷനായ അമ്മ പക്ഷിയെ പോലെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അരുമക്കുട്ടികളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന പക്ഷിയായി സങ്കല്പിച്ചിരുന്നത് ആരെയാണ്? അത് വിദ്യാലയത്തെ എന്നുള്ള സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. കൂർത്ത് കിടക്കുന്ന കല്ലും മുള്ളും അർത്ഥമാക്കുന്നത് വൈവിധ്യമുള്ള ജീവിത അനുഭവങ്ങൾ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. പല പല വിദ്യകൾ ഉണ്ടിവയെല്ലാം വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കുട്ടികൾക്ക് പകരുന്ന അറിവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷിക്കുഞ്ഞുങ്ങളെ കൊത്തിക്കയറ്റുന്നത് തുടർ പഠനത്തിന് എന്നുള്ള തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. പ്രവർത്തനം 2 ഒരു പോസ്റ്ററാണ്. ഓണമെത്തി നമ്മുടെ സ്കൂളിലും പൊന്നോണം ആഘോഷിക്കാൻ തയ്യാറായി. ഓണം ആഘോഷത്തിനുള്ള പോസ്റ്റർ തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ ചേർത്ത പോസ്റ്റർ ആകർഷമാക്കുമല്ലോ. നമ്മളെ കൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊന്നോണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ തയ്യാറായി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയും, ടീച്ചേഴ്സും പറയും നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. ഇവിടെ ഓണമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പൂക്കളം, കഥകളി, അങ്ങനെ അട്രാക്റ്റീവായി നമുക്ക് പോസ്റ്റർ കണ്ടാൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിറയെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്രയോൺസും കളർ പെൻസിലൊക്കെ യൂസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കളർ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല പോസ്റ്ററിൽ ഓണത്തിനെ വരവേൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വാചകങ്ങൾ ആഡ് ചെയ്യാം. വരൂ, കാണൂ, ആസ്വദിക്കൂ എന്നൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥലം, അതുപോലെ തന്നെ സമയം, ഉദ്ഘാടനം, ഈ പരിപാടികളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാര്യപരിപാടികൾ അതൊക്കെ നമുക്ക് ആ ഒരു പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ പ്രവർത്തനം 2 പോസ്റ്റർ അത്രയേ ഉള്ളൂ. പ്രവർത്തനം 3 എന്ന് പറയുന്നത് ശീർഷകത്തിൻ്റെ ഔചിത്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ദിയാക്കി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കഥയാണത്. അതിൽ പറയുന്നത് ആ ഒരു കുട്ടിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എല്ലാവരും കാണുന്നത് പോലെ ആയിരുന്നില്ല എൻ്റെ സ്വപ്നങ്ങൾ. ലോകത്തെങ്ങുമില്ലാത്ത നിറങ്ങൾ ചാലിച്ച സ്വപ്നങ്ങളാണ് മുമ്പ് ഞാൻ കണ്ടിരുന്നത്. അതായത് ആ കുട്ടിയും കണ്ടിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്തായിരുന്നു, നിറമില്ലാത്ത സ്വപ്നങ്ങളായിരുന്നു ആ കുട്ടി കണ്ടിരുന്നത്. അപ്പോൾ വിഷമത്തോടെ പറയാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം, അതായത് ആ ഒരു കഥയോട് എത്രത്തോളം ഉണ്ട് ആ നിറമില്ലാത്ത സ്വപ്നങ്ങൾ എന്നുള്ള ശീർഷകം യോജിക്കുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് വേണം ഒരു ശീർഷകത്തിൻ്റെ ഔചിത്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ച് വേണം നമ്മളിത് എഴുതാൻ വേണ്ടിയിട്ട്. ഈ കഥയോട് എത്രത്തോളം അനുയോജ്യമാണിത്, ഈ ഒരു ശീർഷകം എത്രത്തോളം അനുയോജ്യമാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, നല്ല അർത്ഥമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഈ ഒരു ശീർഷകത്തിൻ്റെ ഔചിത്യം എഴുതാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. കുറിഞ്ഞ ചെടിയുടെ കാത്ത് കിടപ്പിനെ സൂചിപ്പിക്കുന്നത് എന്ത്? നീണ്ട തപസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പ്രവർത്തനം 4 ഒരു ആസ്വാദനക്കുറിപ്പാണ്. അമൃത എന്ന് പറഞ്ഞൊരു കവിയിത്രി കേളകം എന്നുള്ള കൃതിയിൽ നിന്ന് എടുത്ത ഒരു കവിതയാണിത്. കല്യാണമേളം എന്നാണ് കവിതയുടെ ശീർഷകം എന്ന് പറയുന്നത്. അപ്പോൾ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ ഒരു കവിതയുടെ അർത്ഥങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം എഴുതാൻ. മാത്രമല്ല അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ കുറിപ്പ് വായിക്കാൻ നല്ല രസകരമായിരിക്കും. അപ്പം നമുക്ക് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ കുറിപ്പ് വായിക്കുമ്പോൾ ടീച്ചേഴ്സിന് നല്ല ഇമ്പ്രസ്ഡ് ആയിരിക്കും നിങ്ങളെ പറ്റിയിട്ട്. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക അല്ലേ ഇപ്പം മനുഷ്യർ, അതിനെപ്പറ്റി പറയുന്നുണ്ട്. മഴയില്ലെങ്കിൽ, അതായത് മഴ പെയ്യില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അല്ലേ, അപ്പോൾ മരുഭൂമി ആകുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയാണ് ഇവിടെ അടിസ്ഥാനമാക്കുന്നത്. പ്രകൃതിയും അതുപോലെ തന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് അടിസ്ഥാനമാക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ ഒരു കവിത നന്നായി വായിച്ചിട്ട് ആദ്യം തന്നെ എഴുതേണ്ട സെൻറ്റൻസ് ആണ്. ഈ ഒരു കവിത പ്രകൃതിയെയും ഇന്നത്തെ മനുഷ്യൻ്റെ പ്രവർത്തികളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. അതിനൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് മാർക്ക് കിട്ടും. ദെൻ ബി ക്വസ്റ്റ്യൻ ഉണ്ടായില്ല. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? പൂമ്പാറ്റ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ.
പ്രവർത്തനം 5 ഒരു യാത്രാ വിവരണമാണ്. അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാടിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ വരവേറ്റു. പക്ഷികളുടെ പാട്ട് എതിരേറ്റു. കണ്ണുകൾ നിറയെ കാനനപ്പച്ച. ഒരു യാത്രാ വിവരണത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അവിടെ ഒരു തുടക്കം എക്സാമ്പിളാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ആസ്വദിച്ച യാത്രയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. നിങ്ങൾ പോയ ഒരു യാത്ര, നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ യാത്രാ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തണം. അതായത് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ആരുടെ കൂടെയാണ് പോയത്, ഏത് സമയത്തായിരുന്നു നിങ്ങൾ അവിടെ എത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ. നിങ്ങളിപ്പോൾ മൂന്നാറിലേക്കാണ് പോയെന്ന് പറഞ്ഞാൽ അവിടെ കണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ മൂന്നാറിൽ എവിടെയൊക്കെ പോയി, അത് ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് വേണം നിങ്ങൾ ആ ഒരു യാത്രാ വിവരണം ഓരോ പാരഗ്രാഫായിട്ട് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി അത്രയേ ഉള്ളൂ. ദെൻ പ്രവർത്തനം 6 എന്ന് പറയുന്നത് എന്താണ്? വിശകലനക്കുറിപ്പാണ്. അവിടെ കെ പല്ലശ്ശന എന്ന് പറഞ്ഞ ഒരു കവിയുടെ എന്താണമ്മീ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ചന്തു എന്ന് പറഞ്ഞൊരു കുട്ടി അവരുടെ അമ്മയോട് ചോദിക്കുകയാണ് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ പുഞ്ചിരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു തത്ത പറഞ്ഞു, ഒന്നു ചിലച്ചു ചന്തത്തിൽ ബന്ധമില്ലാതാക്കിയിടൽ, അതാണ് കുഞ്ഞെ സ്വാതന്ത്ര്യം. അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് പറയുന്നത്? ബന്ധനമില്ലാതാക്കുക, അതായത് തടവിൽ ആക്കാതിരിക്കുക, അതാണ് സ്വാതന്ത്ര്യം എന്നാണ് ആ ഒരു തത്ത പറഞ്ഞത്. അപ്പോൾ അതിനെ വെച്ചിട്ടൊരു വിശകലന കുറിപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും നല്ല ആശയത്തോടെ എഴുതുക. മാത്രമല്ല മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിൽ ആശയവും എന്ത് ചെയ്യണം? വിശകലനം ചെയ്തിട്ട് വേണം ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പം നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ ഒരു കെ പല്ലശ്ശനയുടെ എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്ന കവിത എഴുതിയാൽ സെക്കൻഡ് പാരഗ്രാഫിൽ മനസ്സിലെ കിളി എന്ന കവിതയല്ല, മനസ്സിലെ കിളി എന്ന കുട്ടിക്കഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശകലനം ചെയ്ത് അതിലെ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ പാരഗ്രാഫ്. അതിനുശേഷം തേർഡ് പാരഗ്രാഫിൽ രണ്ടിലും പറയുന്നത് എന്താണോ അതിങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമില്ലേ, അതെടുത്തിട്ട് എഴുതാം. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. വിശകലനക്കുറിപ്പ് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. വിഭജിതൻ തന്തികൾ അദൃശ്യ പുഷ്പങ്ങളാൽ നിൽക്കുന്നത്. ആൻസർ ഇന്നലെ അവർ പാടിയ ഗാനങ്ങൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഹെൽപ്ഫുള്ളും യൂസ്ഫുള്ളും ആയിട്ട് തോന്നിയാൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഇൻക്ലൂഡിങ് ആൻസർ കീസ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, സ്റ്റഡി ടിപ്സ്, അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം കല്ലു.